ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ ഐഫോണിന്റെ, അതായത് പുതിയ വേർഷൻ ഫോണിലൊക്കെ, അതായത് ഇപ്പോൾ ബാക്ക് ആ ഒരു ഐഫോണിന്റെ ലോഗോ വരുന്ന ആ ഒരു ഐക്കണില് അല്ലെങ്കിൽ ആ ഒരു ലോഗോയില് നമുക്കിപ്പോ ഡബിൾ ടച്ച് അല്ലെങ്കിൽ ട്രിപ്പിൾ ടച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇപ്പോൾ അണേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴയ കുറച്ച്, അതായത് ഐഫോൺ 6, 6S, 6S പ്ലസ് എന്നീ ഫോണുകളിലൊക്കെ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് സെയിം ഓപ്ഷൻ നമുക്ക്, അതായത് ഇപ്പം ബാക്കിൽ ടച്ച് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഫ്രണ്ട് സ്ക്രീനിൽ വരുന്ന ഈ ഒരു ഐക്കണിൽ, അതായത് ഈ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പൊ സെയിം മെത്തേഡ് തന്നെയാണ്. ബാക്കിൽ അതിന്റെ ആ ഒരു സെൻസർ വേണമെന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു സെറ്റിംഗ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കമന്റ്സ്, സജഷൻസ് ഒക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഐഫോണിന്റെ മെനു പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിംഗ്സ് പറഞ്ഞ ഒരു ഓപ്ഷൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കുറെ ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അക്സസിബിലിറ്റി, അതായത് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷന്റെ താഴെയായിട്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം വേറെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ടച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ഷോർട്ട് കട്ട്, അതായത് ബാക്ക് നമ്മൾ ഒക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐക്കണാണ് ഇത്. ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐക്കണാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്ക്രീൻഷോട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് ഇവിടെ ഓൺ എന്നുള്ളത് റൈറ്റ് സൈഡിൽ ഓൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അണേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അക്സസീവ് ടച്ച് എന്ന് പറഞ്ഞ ആ ഒരു എഴുതിയതിന്റെ മുകളിൽ കറക്റ്റ് മുകളിലായിട്ട് പ്രസ് ചെയ്യുക. താഴെയല്ല, ജസ്റ്റ് അതിന്റെ മുകളിലായിട്ട് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. നമ്മളിത് അണേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗ്രീൻ ഐക്കൺ അണേബിൾ ചെയ്തിട്ടുണ്ട്, ഓഫ് ഓൺ. ഇതിപ്പോ ഓഫ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് മാറ്റുമ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഷോർട്ട് കട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിംഗിൾ ടാപ്പ്, അതായത് സിംഗിൾ ആയിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത്, ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് മെനു ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ്, ലോങ് പ്രസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോങ് പ്രസ് പെട്ടെന്നൊക്കെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണാം, ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ പ്രസ് ചെയ്തു, അപ്പോൾ ഇവിടെ ഹോം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തു അതിൽ തന്നെ, അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു. അതിപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. അതിപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഡബിൾ ടാപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ സെലക്ട് ചെയ്തു. അതിലിപ്പോൾ നിങ്ങൾക്ക് ടൈം വേണമെന്നുണ്ടെങ്കിൽ ടൈം സെറ്റ് ചെയ്യാം. ഇവിടെ 0.3 seconds ആണ് ടൈം വരുന്നത്, അതിനെടുക്കുന്ന ടൈം വരുന്നത്. അതിൽ നമുക്ക് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ മെനു, 3D ടച്ച്, അതുപോലെ തന്നെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീൻഷോട്ട്, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം പുതിയ വേർഷനിലൊക്കെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ബാക്ക് നമ്മൾ സ്ക്രീനിന്റെ നമ്മുടെ ബാക്ക് സൈഡ് ജസ്റ്റ് സെൻസർ വെച്ചിരുന്നുണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ 3 പ്രാവശ്യം ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇത് വെച്ച് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്തായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. ബൈ.